അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു സന്തോഷമായി കൊടുക്കട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഖൈർ നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നല്ലൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. നമുക്കൊക്കെ എപ്പോഴും അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ പല പ്രാവശ്യം പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتيناك سبعا من المثاني والقرآن العظيم ولقد آتيناك നബിയെ തീർച്ചയായും നാം അങ്ങക്ക് നൽകിയിരിക്കുന്നു സബ്അൻ മിനൽ മസാനി ആവർത്തിച്ചു വരുന്ന 7 എണ്ണം, വൽ ഖുർആനിൽ അദീം ബഹുമാനം നിറഞ്ഞ ഖുർആനും നബിയെ അങ്ങക്ക് നാം നൽകിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ആവർത്തിച്ചു വരുന്ന 7 എണ്ണം എന്ന് പറയുന്നത് ഫാത്തിഹയെക്കുറിച്ച് തന്നെയാണ് എന്നാണ് ഭൂരിഭാഗം മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ആയത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ നേരിട്ടൊരു സമയം. ആ ഒരു സമയത്ത് അബൂജഹൽ ധാരാളം മുതലുമായി ഷാമിൽ നിന്ന് വരുമ്പോൾ 7ഓളം കാഫില സംഘമുണ്ട്. വലിയൊരു സമ്പത്തുമായിട്ട് വരികയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അല്പം വളരെ പ്രയാസം നേരിട്ടൊരു സമയമായിരുന്നു. സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്. ഈ ഒരു അവരുടെ വരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കാണുമ്പോൾ നബി തങ്ങളുടെ ആ ഒരു മനസ്സ് അറിഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ച് ഈ ഒരു വഹി നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തത്. നബിയെ ഫലാ തൻദുർ ലിമാ അഅതൈനാഹു ലി അബീ ജഹൽ, അബൂജഹലിന് നമ്മൾ കൊടുത്ത ഒന്നും നിങ്ങൾ നോക്കണ്ട നബിയെ. വഹുവ മതാഉ ദുനിയാ, ആ ദുനിയാവിൻ്റെ വിഭവമാണല്ലോ. വലാ തഖ്സൻ അലാ അസ്ഹാബിക, നബി അങ്ങയുടെ സ്വഹാബിമാർക്കുണ്ടായ ഒരു പ്രയാസത്തിൻ്റെ മേൽ അങ്ങ് ദുഃഖിക്കുകയൊന്നും വേണ്ട. വഖ്ഫിൽ ജനാഹക ലഹും, അങ്ങ് അവരോട് എളിമത്തരത്തോടെ വിനയത്തോടെ അങ്ങ് വർത്തിക്കുക. ഫൈന തവാദഅക, തങ്ങളുടെ വിനയം
അതിലഹും അത്വയബുൻ ലിക്കുലൂമി, അവിടെ ഹൃദയത്തിന് വലിയ ഒരു സന്തോഷം പകരും. ദുനിയാവിൻ്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ എല്ലാം ഉണ്ടാകുന്ന സമയത്ത് നബിയെ അങ്ങ് അവരോട് വിനയത്തോടെ പെരുമാറിയാൽ ആ വിനയം മതി അവരുടെ ദുനിയാവിൻ്റെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു സമാധാനത്തിന് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിൻ്റെ ഈ ആയത്ത് അവതരിക്കുന്നത്. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം. നബിയെ അങ്ങക്ക് വലഖദ് ആതൈനാക, അങ്ങക്ക് നബിയെ നാം നൽകിയിരിക്കുന്നു സബ്അൻ മിനൽ മസാനി, ആവർത്തിച്ചു വരുന്ന 7 ആയത്തുകൾ. ഫാത്തിഹയെക്കുറിച്ചാണ് പറഞ്ഞത്. വൽ ഖുർആനിൽ അദീം, ബഹുമാനം നിറഞ്ഞ ഖുർആനും അങ്ങക്ക് നാം നൽകിയിട്ടുണ്ട് നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമായി. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഇതാണ് എന്ന് മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം എത്ര പറഞ്ഞാലും നമുക്ക് മതിയാക്കാൻ സാധിക്കാത്ത വിധം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ പരന്ന് കിടക്കുകയാണ്, ഹദീസുകളും ഉദ്ധരണികളും ഒക്കെ. ഫാത്തിഹ എന്ന് പറയുന്നത് ഉമ്മുൽ കിതാബാണ്, ഖുർആനിൻ്റെ മാതാവ് എന്ന് മുഫസ്സിറുകൾ അതിന് പേര് കൊടുത്തിട്ടുണ്ട്. ഷിഫാ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്, ഷാഫി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പേരുകളിൽ ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ആ ഒരു പ്രത്യേകത, 3 സമയം ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് കരഞ്ഞു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ പിശാച് കരഞ്ഞു. 2 അറഫാ ദിവസം, അന്നും പിശാചിന് കരച്ചിലാണ് വരിക. സത്യവിശ്വാസികളൊക്കെ നന്നാവുകയാണല്ലോ. അറഫാ ദിവസം ഹാജിമാർ അറഫാ ബരൂബി ഒരുമിച്ച് കൂടി അള്ളാഹുവിലേക്ക് അവർ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ പിശാചിനെ സഹിക്കാൻ സാധിക്കുന്നില്ല. 3ാമത് പറഞ്ഞത് ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ്. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന്. അത്രയും പിശാച് പയക്കുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ എന്തൊരു കാര്യത്തിന് നമ്മൾ ചെയ്യുമ്പോഴും ഒരു ഫാത്തിഹ ഓതുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. എന്തൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും, ഒരു ദുആ ചെയ്യുമ്പോൾ, ഒരു സിയാറത്ത് ചെയ്യുമ്പോൾ, യാത്രകളിൽ, ഏതൊരു കാര്യങ്ങളിലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫാത്തിഹ ഓതി, അതുപോലെ കിടക്കുന്ന സമയത്തും ഫാത്തിഹ ഓതൽ വളരെ പുണ്യമുള്ളതാണ്. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് അവർ പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ ഞാൻ ചെന്നു. കുന്തു ഉസല്ലി ബിൽ മസ്ജിദ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. ഞാൻ ഉത്തരം ചെയ്തില്ല, കാരണം ഞാൻ നിസ്കാരത്തിലാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹി ഇന്നി കുന്തു ഉസല്ലി, ഞാൻ നിസ്കരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉത്തരം ചെയ്യാതിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു, അലം യഖുലില്ലാഹു തആല, അള്ളാഹു പറഞ്ഞ നിങ്ങൾക്കറിയില്ലേ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും, അള്ളാഹുവും റസൂലും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ആ വിളിക്ക് ഉത്തരം ചെയ്യണമെന്ന് ഖുർആനിൽ ഉണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്കറിയില്ലേ എന്ന് എന്നോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല അത്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. എന്നോട് പറഞ്ഞു, അല ഉല്ലിമന്നക സൂറത്തൻ ഹിയ അഅ്ളമു സൂറത്തിൻ ബിൽ ഖുർആനി
ഖബല അൻ തഖ്റുജ മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് പുറപ്പെട്ടതിന് മുമ്പ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബഹുമാനമായ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അങ്ങനെ എൻ്റെ കൈ പിടിച്ചു റസൂലുള്ളാഹ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറപ്പെടാനൊരുങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക കുൽത, അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ലൗ അല്ലിമന്നക അഅ്ളമ സൂറത്തിൻ ബിൽ ഖുർആൻ, ഖുർആനിലെ മഹത്തായ ഒരു സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരുന്ന അങ്ങ് പറഞ്ഞിട്ടുണ്ടായില്ല നബിയെ. ഇതാ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്ത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹിയ സബ്ഉൽ മസാനി വൽ ഖുർആൻ വൽ ഖുർആനുൽ അലീം അല്ലദീ ഊതീതു. അത് ആവർത്തിച്ചു വരുന്ന 7 ആയത്തുകളാണ്. ബഹുമാനമാക്കപ്പെട്ട ഖുർആനാണത്. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വേറൊരു ഹദീസിൽ കാണുന്നുണ്ട്, അയ്യോ അതുഹിബ്ബു അൻ ഉഅല്ലിമക സൂറത്തൻ ലം യൻസിൽ ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ സബൂരി വലാ ഫിൽ ഖുർആനി മിസ്ലുഹ. തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഖുർആനിലൊന്നും ഇല്ലാത്ത ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ അവർ സഹാബി പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതേ അള്ളാഹിൻ്റെ റസൂല്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അത് വഇന്നാ സബൂ മിനൽ മസാനി വൽ ഖുർആനിൽ അലീം അല്ലദീ ഊതീതുഹു. അത് 7 ആവർത്തിച്ചു വരുന്ന 7 ആയത്തുകളാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെന്നു. കാരണം അത്രയും പരിശുദ്ധിയുണ്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക്. ഫാത്തിഹ സൂറത്ത് വളരെയേറെ മഹത്വമുള്ള ഒരു സൂറത്താണ്. കാരണം അത് ഉമ്മുൽ ഖുർആനാണ്. അത് ഒരുപാട് പേരുകളിൽ ഫാത്തിഹ അറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഫാത്തിഹ ഓതിയാൽ ഇദാ വദഅത ജംബക അൽ ഫിറാശി ഫാത്തിഹ സൂറത്ത് വഖറഅത ഫാത്തിഹത്തുൽ കിതാബ് വഖുൽ ഹുവല്ലാഹു അഹദ്. നീ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉറങ്ങാൻ ചെന്നാൽ ഖുർആൻ ഫാത്തിഹ സൂറത്ത് ഓതണം, ഖുൽ ഹുവല്ലാഹു അഹദും ഓതണം. എന്നാൽ ഫഖദ് അമിൻത മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിൽ നിന്നും നീ നിർഭയനാണ്. ഇല്ലൽ മൗത്ത്, മരണമൊഴിച്ച്. മരണമല്ലാത്ത എന്തൊരു പ്രതിസന്ധികൾക്കും എന്തൊരു പ്രയാസത്തിനും പരിഹാരം അത് സൂറത്തുൽ ഫാത്തിഹ ഓതലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എത്ര പറഞ്ഞാലും തീരാത്ത അത്ര വലിയ മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇത് ധാരാളമായി പാരായണം ചെയ്യുകയും ഇത് നമുക്കൊരു രക്ഷാകവചമാണ്, വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, വിജയമാണ്, രോഗശമനമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്യുന്നു. ഒരു ദുആ അഭ്യർത്ഥനയുണ്ട്. മക്കൾക്ക് നല്ല ജോലി കിട്ടാനും നല്ല ജോലിയിൽ നല്ല ബർക്കത്തുണ്ടാകാനും അതുപോലെ അവരുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് അല്ലാഹു തആല ആ മകൾക്ക് നല്ല ജോലി കൊടുക്കട്ടെ. അള്ളാഹു നല്ല അഭിവൃദ്ധി കൊടുക്കട്ടെ, നല്ല റാഹത്തുള്ള ജോലി കൊടുക്കട്ടെ, ഖൈറ് കൊടുക്കട്ടെ, എല്ലാ നിലക്കും സന്തോഷം കൊടുക്കട്ടെ, ഈ ലോകത്തും വിജയിക്കുന്നവരിൽ പെടുത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.